റെക്കോർഡ് വെക്കണം അഭ്യർത്ഥി. അൽ അമീനായി വന്ന മുത്ത് റസൂലുള്ളാവേ, മക്കത്തുദിച്ചോളിവേ മുത്ത് റസൂലുള്ളാവേ, അന്ത്യപ്രവാചകരേ കാരുണ്യം വർഷിച്ചോരേ, ആരാധനക്കർഹൻ ഏകയിലാഹാണെന്ന ചോരേ, എന്നുമ്മത്തിങ്ങൾക്കായി ജീവിതം നീക്കി വെച്ച കാരുണ്യക്കടലായ മുത്ത് ഹബീബുള്ളാവേ, നാളെ മഹിഷറയിൽ എന്നുമ്മത്തിങ്ങൾക്കോ തേകിടുന്ന അന്ത്യയുടെ എന്നും നാം മുന്നേറണം, മക്കത്തുദിച്ചോളിവേ മുത്ത് റസൂലുള്ളാവേ, അന്ത്യപ്രവാചകനിലേക്ക് വരുക. മൈക്കിലേക്ക് വന്ന് ഒന്നുമില്ലെങ്കിൽ ഓപ്പൺ ഫോർ ആയിട്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആരെങ്കിലും റെക്കോർഡിലേക്ക് പോകണം ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ വന്ന പരസ്പരം ആരെങ്കിലും കൂട്ടി പരിചയപ്പെടുക. ഈ സമയത്തൊക്കെ അറിയപ്പെടും ഇൻഷാ അല്ലാഹ്. ആയാലും ബഹുമാനപ്പെട്ട കുട്ടിക്ക് മൈക്കിലേക്ക് വന്നിട്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് മാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്, ഏതായിരുന്നാലും നല്ല ഒരു ബദർ യുദ്ധ വളരെ ചുരുക്കിയാണ്, 1 മണിക്കൂറിനുള്ളിലാണ് പറഞ്ഞ് അത് തീർത്തത്. പക്ഷെ അത് പിന്നെ ഒരു 2 ഭാഗമാക്കിയിട്ടാണെങ്കിലും ഒരു അല്പം കൂടി ഒന്നുകൂടെ പിന്നെ കൂട്ടി പറയാമായിരുന്നു എന്ന് എനിക്കിങ്ങനെ തോന്നിയപ്പോൾ, വളരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഒരുപാട് ചെറുതാക്കിയിട്ടാണ് അത് അവതരിപ്പിച്ചത്. ഒരുപാട് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും കേൾക്കുമ്പോഴാണ് അതിന് പിന്നെ എന്താ പറയുക, ഇരിങ്ങല്ലൂരിന്നായിക്കോട്ടെ തുടക്കം, അല്ല പിന്നെ അത് അല്ല കഥാപ്രസംഗം. ഒന്നാമത് ഇപ്പം മൊത്തത്തിൽ നാട്ടില് പിന്നെ ഇതൊക്കെ നടക്കാത്തതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ ടെലിവിഷനും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നത് കൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ നാട്ടിലിപ്പോൾ നടക്കുന്ന അദ്ദേഹത്തിന്റെ ആ കഥാപ്രസംഗത്തിന്റെ ശൈലി നല്ല രസമുണ്ട്. കാസർഗോഡ് ഭാഗത്തു നിന്നാണത്. ആ ശൈലി പിന്നെ അതിന്റെ ബാനർ കണ്ടിട്ട് കാസർഗോഡ് ഭാഗത്ത് എവിടെയാ നടന്ന കഥാപ്രസംഗത്തിന്റെ ഒരു അല്പഭാഗമാണത്. ARCKP ആണെന്ന് തോന്നുന്ന കഥാപ്രസംഗമാണ്. അതുപോലെ തന്നെ നല്ല പിന്നെ ഈണത്തിലും നല്ല ഭാവത്തിലും ഒക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇത്തരം ബദർ യുദ്ധ ചരിത്ര കഥാപ്രസംഗങ്ങളും അത്തരം കാതികന്മാരൊക്കെ